നമസ്കാരം. നമ്മുടെ ചാണ്ടിമോൻ ഉണ്ടല്ലോ, അപ്പൻ്റെ ജീവനാംശം കൊണ്ട് MLA ആയ വ്യക്തി കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് പോയിരുന്ന് ആവശ്യമില്ലാത്തൊരു ചൊറിച്ചിൽ ചൊറിഞ്ഞു. കാരണം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഗണേഷ് കുമാർ അത് അവിടം കൊണ്ട് വിട്ടിട്ടില്ല. അതായത് ചാമക്കാലയെ ജയിപ്പിക്കാൻ വേണ്ടി എൻ്റെ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചെന്നിട്ട് പിതാവിനെ ദ്രോഹിച്ചു എന്ന ഡയലോഗൊക്കെ അടിച്ചതിന് പിന്നാലെ ഗണേഷ് കുമാർ ഒരു വെല്ലുവിളി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചാണ്ടിമോന് ഒരു അപ്പൻ്റെ ലെഗസിയെക്കുറിച്ചൊക്കെ എപ്പോഴും അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് തെളിയിച്ച് കാണിക്കാൻ ബാധ്യതയുണ്ട്. കാര്യം കേരളത്തിൻ്റെ ചരിത്രത്തിൽ അരനൂറ്റാണ്ട് 50 വർഷം MLA ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയില്ല. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 5ാമത്തെ ടേൺ അങ്ങനെയാണ് അദ്ദേഹം അവിടുത്തെ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത്. മന്ത്രിയായിട്ടുണ്ട് 2 തവണ. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 2 ടേൺ ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ അപ്പൻ്റെ ജീവനാംശത്തിൽ വരുന്ന മകൻ ഉത്തരവാദിത്വമുണ്ടല്ലോ. കുടുംബ സ്വത്ത് പോലെയാണല്ലോ കൈമാറി വാങ്ങി ഈ MLA സ്ഥാനം കിട്ടുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഒരു വെല്ലുവിളി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിന് സ്വന്തം മണ്ഡലത്തെ പുതുപ്പള്ളി മണ്ഡലത്തിൽ പോയി അവിടുത്തെ ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂളുകൾ, ഈ അടുത്ത കാലത്ത് അതുപോലും പിണറായി സർക്കാർ വന്നിട്ടാണ് അവിടെ ഈ സ്കൂളുകൾ, സർക്കാർ സ്കൂൾ, ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂളിനെ പോലും നവീകരിച്ചതും. അപ്പോൾ ആ സ്കൂളുകൾ, ആ മണ്ഡലത്തിലെ സ്കൂളുകൾ എന്താണ് അവസ്ഥയെന്ന് ഗണേഷ് കുമാർ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ചാണ്ടിച്ചായൻ്റെ മോന് മൂപ്പുണ്ടോ ഇല്ലയോ എന്നാണ് അറിയാനുള്ളത്. അപ്പോൾ ആ വെല്ലുവിളി ഒന്ന് കേട്ടെ. നിങ്ങൾ പത്തനാപുരത്ത് വന്ന് നോക്കൂ, ഏത് സ്കൂളിലാണ് ഫർണിച്ചർ ഇല്ലാത്തത്? സ്കൂൾ ബസ്സുകൾ വാങ്ങി, ഏത് കെട്ടിടങ്ങളാണ്? ഞാൻ 48 കെട്ടിടം പത്തനാപുരം നിയമനത്തിൽ മാത്രം പണിയുന്നത് ശരി റെക്കോർഡല്ല. അത് ചാണ്ടിയമ്മനൊന്ന് മനസ്സിലാക്കുന്നല്ലതാ. എന്നാൽ പുതുപ്പള്ളിയിൽ ഇതൊന്നും ഇല്ലെന്ന് ഓർത്തോണം. പുതുപ്പള്ളിയിലൊന്ന് പോയി നോക്ക്, നമുക്കൊന്ന് എണ്ണാം. പത്തനാപുരത്ത് 10 കൊല്ലത്തിനിടയിൽ പിണറായി സർക്കാർ വന്നിട്ട് 9 വർഷമായി. ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വ സർക്കാർ 9 വർഷം കഴിയുന്നതിന് മുമ്പ് ഞാൻ ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട്. എൻ്റെ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചു തുടങ്ങിയ കെട്ടിടങ്ങൾ എല്ലാ ഹൈസ്കൂളിനും ആദ്യം +2 സ്കൂളിനെല്ലാം ഞാൻ കെട്ടിടം വെച്ചു. ബഹുനില മന്ദിരം, പട്ടാഴി, പുന്നല, വെട്ടിക്കവല, ഇതെല്ലാം ഞാൻ പണിതാണ്. ചക്കുവരയ്ക്കൽ, ഇതെല്ലാം ഞാൻ പണിതാണ്. അതിനുശേഷമാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതും വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി 48 സ്കൂളുകൾ വന്ന് എണ്ണിക്കോ. പുതുപ്പള്ളിയിൽ 48 സ്കൂളുണ്ടെങ്കിൽ ഞാൻ എന്ത് പണിയാണോ ചെയ്യാം. 48 കെട്ടിടം ഉണ്ടെങ്കിൽ നമ്മളെ നാടിന് ചെയ്ത നന്മയ്ക്ക് വിലയുണ്ട്, എല്ലാവരും മനസ്സിലാക്കുക. പത്തനാപുരത്തിന് ഞാൻ ചെയ്ത നന്മ 97 കോടി രൂപയുടെ താലൂക്ക് ആശുപത്രി പത്തനാപുരത്ത് വരെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞു, ഏത് താലൂക്ക് ആശുപത്രി, എന്ത് താലൂക്ക്, എവിടെ താലൂക്ക് ആശുപത്രി? ഇതാ പണി പൂർത്തിയാവാറായി. 97 കോടി രൂപയാണ്, 98 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ചു തന്ന ഇടതുമുന്നണി സർക്കാർ. അഭിമാനത്തോടെ തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അല്ലാതെ ഒളിച്ചും തലയെ തുണിയിട്ടും പാത്തും പതുങ്ങിയും കള്ളം പറഞ്ഞൊന്നും ഞാൻ വോട്ട് പിടിച്ചിട്ടില്ല. 25 കൊല്ലത്തിനകത്ത് ഇനി വോട്ട് പിടിക്കുകയില്ല. ജാതി പറഞ്ഞ് ഞാൻ വോട്ട് ചോദിക്കില്ല. അതെൻ്റെ നിർബന്ധമാണ്. ഞാനത് ചെയ്യില്ല. ജാതി പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥരോട് ഞാൻ പെരുമാറിയിട്ടില്ല. എൻ്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ജാതി ചോദിച്ചിട്ടില്ല. എന്നെ സന്ദർശിച്ച ഒരാളോടും ഞാൻ ജാതി ചോദിച്ചിട്ടില്ല. ഞാൻ സത്യം വെടിഞ്ഞ് നിന്നിട്ടില്ല. എനിക്കാരും കൈക്കൂലിയും ഓഫർ ചെയ്യാറില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു വഴിവിട്ട വഴി കാര്യങ്ങളും ചെയ്യുകയുമില്ല. അത് സീറ്റുകൾ വരുന്ന ഘട്ടമനുസരിച്ച് നമ്മൾ കൂട്ടി കൊണ്ടുവരും. ചോദിക്കുമല്ലോ, തീർച്ചയായിട്ടും ചോദിക്കുമല്ലോ. ഞാൻ ജയിക്കുമോ ഇല്ലയോ നിങ്ങൾ നാട്ടുകാരോട് ചോദിക്കും. ഞാൻ ജയിക്കുമെന്ന് എനിക്കും അറിയാം, എൻ്റെ നാട്ടുകാർക്കും അറിയാം. അവർക്ക് ഞാനല്ലാതെ മറ്റൊരു സ്നേഹമില്ല. അത് വ്യക്തിപരമായ സ്നേഹമാണ്. ഈ പറയുന്ന വേലയൊന്നും നടക്കത്തില്ല. ഞാൻ ജാതി ചോദിക്കില്ല, പറയില്ല. ഗുരുദേവൻ പറഞ്ഞൊരാശയത്തിൽ ഞാൻ അന്തസ്സായി വിശ്വസിക്കുന്ന ആളാണ്. ജാതി ചോദിക്കില്ല, പറയില്ല. നിങ്ങൾ ആരുടെങ്കിലും ചോദിച്ചു, ഗണേഷ് കുമാർ നിങ്ങളെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഞാൻ ചോദിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാർ, പത്തനാപുരത്തുള്ള കോൺഗ്രസ്സുകാർ പറയട്ടെ, അവരാവശ്യപ്പെട്ട അംഗൻവാടികൾ കൊടുത്തിട്ടില്ലേ, ആശുപത്രികൾ കൊടുത്തിട്ടില്ലേ, സബ് സെൻറ്റർ കൊടുത്തില്ലേ? MLA ഫണ്ടാണ്. BJPക്കാർ പറയട്ടെ, അവർ ചോദിച്ച്, അവരെ മെമ്പർമാർ ചോദിച്ച് ഏതെങ്കിലും സാധനം കൊടുക്കാതിരുന്നുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ പറയട്ടെ, ആരെങ്കിലും, ഞാൻ ആരോടൊരു വേറുകൃത്യം കാണിച്ചിട്ടില്ല. ഈ ചോദിക്കുന്ന മെമ്പർ കമ്മ്യൂണിസ്റ്റ് ആണോ, കോൺഗ്രസ് ആണോ, BJP ആണോ എന്നുള്ളതല്ല, ഇതിൻ്റെ ഗുണം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണെന്നുള്ള. എല്ലാ പഞ്ചായത്തിലും MLA ഫണ്ട് നിർമ്മിച്ച ആരോഗ്യ കേന്ദ്രം കേട്ടല്ലോ. സ്കൂളുകൾ അദ്ദേഹം ഓരോ പ്രദേശവും എടുത്ത് അവിടുത്തെ സ്കൂളുകൾ നവീകരിച്ചതും അതിന് എത്ര കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുകയാണ്. സ്വാഭാവികമായിട്ടും അരനൂറ്റാണ്ടും എൻ്റെ പിതാവിനെ പോലെ കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ഇത്തരം വികസനം ചെയ്തതുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. കാര്യം ഇത്രയും കാലം MLA ആയിട്ടും മന്ത്രിയായിട്ട് മുഖ്യമന്ത്രിയായിട്ട് എത്രയെത്ര പദവികൾ വഹിച്ചാണ്, പ്രതിപക്ഷ നേതാവായിട്ട്, അങ്ങനെ പല പദവികൾ വഹിച്ച ചാണ്ടിച്ചായൻ അല്ലെങ്കിൽ നമ്മുടെ പുണ്യാളച്ചൻ
അദ്ദേഹത്തിൻ്റെ ഈ അരനൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഇതുപോലെ സ്കൂളുകൾ ഏതൊക്കെ നവീകരിച്ചു എന്ന്, അത് MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റും? നമ്മളെല്ലാം എൻ്റെ പിതാവ്, എൻ്റെ സഹതാപം, ഇതിനപ്പുറത്തേക്ക് ഒരു മണ്ഡലം, അത് പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് വന്ന കാലഘട്ടത്തിൽ തന്നെ ആ മണ്ഡലത്തിൽ വികസനം നടന്നിട്ടില്ല എന്ന് തെളിഞ്ഞതാണ്. ഇപ്പോൾ മകനെ ജീവനാംശമായിട്ട് അല്ലെങ്കിൽ അപ്പം മരിച്ച പോസ്റ്റിലേക്ക് സഹതാപത്തിലൂടെ ജയിപ്പിച്ച് വിട്ടതിന് ശേഷം അദ്ദേഹം എൻ്റെ പിതാവ് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ദൃശ്യം സഹിതവും അല്ലെങ്കിൽ സ്കൂളുകളുടെ മുന്നിൽ പോയി നിന്നിട്ട് എൻ്റെ അപ്പൻ പണം ചിലവാക്കി അല്ലെങ്കിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച സ്കൂളുകളുടെ എണ്ണം ഒന്ന് കാണിക്കാമെങ്കിൽ പറയുന്ന ജോലി ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തെളിയിക്കാൻ ധൈര്യമുണ്ടോ? കുറച്ചുകൂടി മൂക്കണം. ഈ മാധ്യമങ്ങളിലൂടെ കുറച്ച് പേരെയൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു കഴമ്പില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ലെങ്കിലും അപ്പൻ്റെ ലെഗസി വെച്ച് അയ്യോ അപ്പനെ പോലെ ഇരിക്കുന്നു നോക്കിയാൽ മതി. ഇപ്പോൾ പ്രിയ ഗാന്ധിയെ നോക്കിയിട്ട് ഇന്ദിരാഗാന്ധിയെ പോലെ ഇരിക്കുന്നു, ഇന്ദിരാഗാന്ധിയുടെ മൂക്ക്, ഇന്ദിരാഗാന്ധിയുടെ പല്ല്, ഇന്ദിരാഗാന്ധിയുടെ മുടി എന്നൊക്കെ പറയുന്ന പോലെ അയ്യോ ചാണ്ടിച്ചായൻ്റെ നടത്തം, ചാണ്ടിച്ചായൻ്റെ നോട്ടം, അതേ ശൈലി തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കഴിവും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ ഈ രാഷ്ട്രീയം കുടുംബപരമായിട്ട് കൈമാറുന്നു എന്നതിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലും ഒരു ജനപ്രതിനിധിയാകാൻ ഇതിനേക്കാൾ നല്ല എത്രയോ കഴിവുറ്റവർ ചിലപ്പോൾ പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. 50 വർഷം കൊണ്ട് എത്ര പേരെ, അതായത് സംഘടനയെ വന്ധ്യംകരിച്ച് കളഞ്ഞു. ഈ ലോകത്ത് ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതായത് ഒരു മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം 4 ടേണൊക്കെ മതിയാകും. 4 ടേണാകുമ്പോൾ തന്നെ 20 വർഷം കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് മാറിക്കൊടുക്കൂ. കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം പറയാറില്ലേ, ഒരു കസേര കിട്ടിയാൽ അതിലിരുന്ന് ഞാൻ മരിച്ചോളാം. അതാണ് ഈ പറയുന്ന പുതുപ്പള്ളിയിൽ കണ്ടിട്ടുള്ളത്. അത് അധിക്ഷേപിക്കുന്നൊന്നുമില്ല. കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം ചരിത്ര പുരുഷനെന്ന് അവകാശപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അരനൂറ്റാണ്ട് ആ നാടിനെന്ത് ഗുണമുണ്ടായി എന്ന് കാണിക്കേണ്ടതില്ലേ? വികസനങ്ങളോ അല്ലെങ്കിൽ ആ നാടിനെ കേരളത്തിൻ്റെ മറ്റ് ഏതെങ്കിലും മണ്ഡലമായി താരതമ്യം ചെയ്യും. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധർമ്മടം മണ്ഡലം, അവിടുത്തെ ആശുപത്രികൾ, സ്കൂൾ കെട്ടിടങ്ങൾ, വേണ്ട ഈ പത്തനാപുരത്തെ ഗണേഷ് കുമാറിൻ്റെ കാര്യമെങ്കിലും ഏറ്റെടുത്ത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പൻ ഒരു പരാജയമായിരുന്നു. പദവികളിലിരുന്ന് കുടുംബം നന്നാക്കി എന്നതിനപ്പുറം, അല്ലെങ്കിൽ കുറച്ച് പാവപ്പെട്ടവർക്കൊക്കെ സഹായിച്ചു, ഇത്രയും അവസരം കിട്ടുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും സഹായിക്കണ്ടേ എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലം എന്തുമാത്രം വീടിനോളം പുരോഗമിച്ചോ, മക്കളോളം സാമ്പത്തികം അല്ലെങ്കിൽ കുടുംബത്തിന് വന്നു ചേർന്ന സാമ്പത്തികത്തോളം ആ നാട്ടിലെ ജനങ്ങൾക്ക് ഖജനാവിൻ്റെ പണം എടുത്ത് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്ന് ചാണ്ടിമോൻ ഒന്ന് തെളിയിക്കുന്നത് നല്ലതാണ്. കാര്യം ആവശ്യമില്ലാതെ ചുമ്മാ ഇരുന്ന ഒരു വ്യക്തിയെ പോയി ചൊറിഞ്ഞ് അദ്ദേഹത്തിനെ കൊണ്ട് വെല്ലുവിളിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ സഹതാപവും സെൻറ്റിമെൻസും അടിച്ച് മാധ്യമങ്ങൾ എന്നോട് ചോദിക്കില്ല എന്ന് കരുതിക്കൊണ്ട് എസ്കേപ്പ് അടിക്കാമെന്ന് കരുതണ്ട. ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നാട്ടുകാരെ തെളിയിച്ച് കാണിക്കുക. എത്ര സ്കൂളുകൾ, എത്ര കോടി രൂപ MLA ഫണ്ടിൽ നിന്ന് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം അവിടെ തെളിയിക്കുന്നിടത്താണ് സഹതാപങ്ങൾക്കും എൻ്റെ പിതാവ് രാമായണ പാരായണം തുടങ്ങിയതിനപ്പുറത്തൊക്കെ മരണവീട്ടിലെ രാമായണ പാരായണം എന്നതിനൊക്കെ അപ്പുറം ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഒരു മികച്ച നേതാവാണെന്നും സ്വന്തം മണ്ഡലത്തിൽ നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇത് മാതൃകയാണെന്നും പറയാൻ പറ്റുന്നത്. അതിനപ്പുറത്തേക്ക് വാചാടോബ് അടിച്ചോ, മനോരമയെ കൊണ്ട് കുറച്ച് കഥ എഴുതിച്ചോ, അല്ലെങ്കിൽ ലളിത ജീവിതമാണെന്ന് അദ്ദേഹത്തിൻ്റെ കീറിയ ഉടുപ്പും എന്നാൽ മക്കളെ നോക്കിക്കഴിഞ്ഞാൽ ആഡംബരത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ട് നടക്കുന്നവരെ നിങ്ങൾ ഒരു സൈഡ് മാത്രം കാണിച്ച് പുണ്യാളച്ചനാക്കുമ്പോൾ മറു സൈഡ് കൂടി നാട്ടുകാർക്ക് അറിയാമെന്ന് മറന്നു പോകരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് ചാണ്ടിമോൻ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് സമൂഹത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പനെ പോലെ തന്നെ ഏത് വിഷയത്തിലും അഭിപ്രായം പറയാൻ ശേഷിയുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം. ഒപ്പം തന്നെ ആ ഗണേഷ് കുമാറിൻ്റെ ചോദ്യം നേരെ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുടെ അരനൂറ്റാണ്ടിൻ്റെ ഭരണ പരാജയത്തിന് നേരെയാണ് വിരൽ ചൂണ്ടിയിരിക്കുന്നത്. അതല്ല എന്ന് തെളിയിക്കാൻ മകന് ബാധ്യത ഉണ്ട് തന്നെ.